നാക്കിലയിൽ വിളമ്പുന്ന ഓരോ കറികളിലേക്കും വിശാൽ കൊതിയോടെ നോക്കിയിരുന്നു. ചൂട് ചോറും സാമ്പാറും പയറും കായയും ചേർത്തുവച്ച ഉപ്പേരിയും മീൻ വറുത്തതും അച്ചാറും പപ്പടവും നാടൻ മോരും, അങ്ങനെ വിഭവങ്ങളാൽ ഇല നിറഞ്ഞിരുന്നു. കഴിക്കേ, വിളമ്പുന്നതിനിടയിൽ അജുവിന്റെ അമ്മ പറഞ്ഞു. വിച്ചു ഓരോ കറികളും ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. അവന്റെ മനസ്സിൽ ആ പഴയ ഓർമ്മകളും അന്ന് ആസ്വദിച്ച രുചികളും വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു. അജുവും അവന്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ പഴയ രുചി തന്നെ, ഒരു മാറ്റവുമില്ല. ഈ ഉപ്പേരിയും കടുമാങ്ങ അച്ചാറും കൂട്ടാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ. ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. പണ്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അധികവും വിച്ചുവും ഉണ്ടാവും ഇവന്റെ കൂടെ ഊണ് കഴിക്കാൻ. ഇവർ മത്സരിച്ച് കഴിക്കുന്നത് കണ്ടിരിക്കാൻ തന്നെ രസവാ. അജുവിന്റെ അമ്മ ദിവ്യയോടായി പഴയ ഓർമ്മകൾ പങ്കുവെച്ചു. വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ ശേഷമാണ് ഇരുവരും കഴിച്ചെണീറ്റത്. അമ്മയെയും ദിവ്യയെയും പിടിച്ചിരുത്തി ഇരുവരും ചേർന്ന് വിളമ്പിക്കൊടുത്തു. പിന്നെയും കുറേ സമയം അവർക്കൊപ്പം ചെലവിട്ട ശേഷമാണ് വിച്ചു അവിടെ നിന്നും ഇറങ്ങിയത്. അമ്പലപ്പറമ്പിലെ ആ വലിയ ആൽമരത്തിന് കീഴിലായി നാട്ടിലെ ചെറുപ്പക്കാർ ഒത്തുകൂടിയിരിക്കുകയാണ്. വൈകീട്ടത്തെ ഒരു സ്ഥിരം കാഴ്ചയാണിത്. ജോലിയെല്ലാം കഴിഞ്ഞ് വൈകീട്ട് അമ്പലപ്പറമ്പിലെ കാറ്റും കൊണ്ട് കാര്യവും ഒപ്പം തമാശയും പറഞ്ഞിരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ദേവീക്ഷേത്രമാണ് തൊട്ടടുത്തുള്ളത്. വിശാലമായ അമ്പലപ്പറമ്പിൽ തണൽ വിരിച്ച് തലയുയർത്തി നിൽക്കുന്ന ആ വലിയ ആൽമരത്തിന്റെ ചുറ്റും കെട്ടിയുണ്ടാക്കിയിട്ടുള്ള തറയിലാണ് എല്ലാവരുടെയും ഇരിപ്പ്. അമ്പലപ്പറമ്പിന്റെ ഒരു ഭാഗത്തായി തോൽപ്പാവക്കൂത്ത് നടക്കുന്ന കൂത്തുമാടവും ഉണ്ടായിരുന്നു. ദേ രവിയേട്ടാ, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ദേശക്കാർ ഫ്ലെക്സ് കയറ്റി തുടങ്ങി. നിങ്ങളാണത് ഏറ്റത്, എന്തായി? മനോജ് അടുത്തു നിൽക്കുന്ന രവിയോട് ചോദിച്ചു. ഉത്സവം അടുക്കാറായിരുന്നതിനാൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ മുഴുവനും അതേപ്പറ്റിയുള്ളതായിരുന്നു. അതൊക്കെ സെറ്റാണ്. നാളെ വൈകുന്നേരം ആവുമ്പോഴേക്കും മുഴുവൻ ഫ്ലെക്സും ഇവിടെ എത്തും, രവി പറഞ്ഞു. രവിയാണ് ദേശത്തെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. 2 ആഴ്ച കൂടി കഴിഞ്ഞ ഉത്സവം ഇങ്ങെത്തി. എത്ര വേഗമാണ് അടുത്ത ഉത്സവമായത്, കൂട്ടത്തിലെ ഒരുത്തൻ പറഞ്ഞു. അപ്പോഴാണ് വിശാലും അജുവും അവിടേക്കെത്തിയത്. വിച്ചുവിന്റെ ബുള്ളറ്റിലായിരുന്നു അവർ. അപ്രതീക്ഷിതമായി വിശാലിനെ അവിടെ കണ്ട ഞെട്ടൽ കൂടി നിന്നവർക്കുണ്ടായിരുന്നു. വിശാലി, നീ എപ്പ എത്തിയടാ? രവി അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇന്നലെ എത്തി രവിയേട്ടാ, പിന്നെ ഫുൾ ടീമും ഉണ്ടല്ലോ. അവൻ എല്ലാവരുമായി പരിചയം പുതുക്കി. നീ ഉത്സവത്തിനുണ്ടാകില്ലേ? 2 ആഴ്ച കൂടിയേ ഉള്ളൂ, നമുക്കൊരു കലക്ക് കലക്കാം, മനോജ് പറഞ്ഞു. അപ്പോഴേക്കും വിച്ചുവും അജുവും ബൈക്കിൽ നിന്നും ഇറങ്ങി ആൽത്തറയിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. ഉത്സവം കഴിഞ്ഞേ പോകുന്നുള്ളൂ, എന്തായി ഒരുക്കങ്ങൾ? ആനയും മേളവുമൊക്കെ ആയോ? പിന്നെന്താ, ആനയും മേളവും സെറ്റാണ്, ബാക്കിയെല്ലാം ഓരോന്ന് റെഡിയാക്കി വരുന്നു, രവി പറഞ്ഞു. രവിയേട്ടൻ തന്നെയാണോ ഇക്കൊല്ലത്തെയും കമ്മിറ്റി പ്രസിഡന്റ്? വച്ചു രവിയെ നോക്കി ചോദിച്ചു. അതു പിന്നെ ചോദിക്കാനുണ്ടോ, എല്ലാ കൊല്ലവും ആന മാറും, മേളക്കാരും മാറും, അങ്ങനെ പലതും മാറിയാലും മാറ്റമില്ലാത്തത് രവിയേട്ടന്റെ പ്രസിഡന്റ് സ്ഥാനമാണ്. അജു താമസിക്ക് പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരി തുടങ്ങി. വേറെ ആരുണ്ട് ഇങ്ങനെ അഹോരാത്രം ഉത്സവത്തിനായി മുന്നിട്ടിറങ്ങാൻ? ഇവിടെ ഒരു പണി പറഞ്ഞാൽ മുങ്ങാനേ ആളുള്ളൂ, പിന്നെ ഞാൻ എങ്ങനെ ഈ സ്ഥാനത്ത് നിന്നും മാറും? രവി വിശാലിനോട് ചോദിച്ചു. എല്ലാവരും രവിയുടെ സംസാരം ചെറുചിരിയോടെ കേട്ടിരുന്നു. ഫ്ലെക്സ് അടിക്കാനുള്ള കവുങ്ങ് ഞാൻ പണിക്കാരെ കൊണ്ട് വെട്ടിയിട്ടിട്ടുണ്ട്, നാളെ പയ്യന്മാരോട് വന്ന് എടുത്തോളാൻ പറഞ്ഞു, അജു രവിയോടായി പറഞ്ഞു. ക്ഷേത്രവും പരിസരവും നോക്കിക്കാണുകയായിരുന്നു വിച്ചു അപ്പോൾ. ഇന്നെന്താ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ വല്ലതും ഉണ്ടോ? ആള് കൂടുതലുണ്ടല്ലോ, വിച്ചു അവരോട് ചോദിച്ചു. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, കാവില് തിരക്ക് കൂടും, രവി മറുപടി നൽകി. അപ്പോഴാണ് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുകയായിരുന്നു മാളുവിനെ വിച്ചു കണ്ടത്. അവളുടെ കൂടെ അപർണയും ഉണ്ടായിരുന്നു. പച്ചയും ചുവപ്പും കലർന്ന ധാവണിയായിരുന്നു അവളുടെ വേഷം. പ്രദക്ഷിണം പൂർത്തിയാക്കി പ്രസാദവും വാങ്ങി അവർ മടങ്ങുന്നത് ആൽത്തറയിലിരുന്ന് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരാടാ അത്? നടന്നകലുന്ന മാളുവിനെയും അപർണയെയും നോക്കുന്ന വിശാലിനോട് അവനു മാത്രം കേൾക്കാൻ പാകത്തിൽ അജു ചോദിച്ചു.
അത് അപ്പുറത്തെ സരസ്വതിയമ്മയുടെ വീട്ടിൽ PGക്ക് താമസിക്കുന്നവരാ. നിനക്ക് പരിചയമുണ്ടോ? ചെറുതായിട്ട് ഇന്ന് രാവിലെ ഒന്ന് പരിചയപ്പെട്ടു. അവൻ നടന്നകലുന്ന അവരിലേക്ക് നോക്കി ചെറുചിരിയോടെ പറഞ്ഞു. ക്ഷേത്രത്തിൽ നിന്നും റൂമിലെത്തിയതും കയ്യിലുണ്ടായിരുന്ന പ്രസാദം മാള് റൂമിലെ ഷെൽഫിലേക്ക് വെച്ചു. നടന്നു വന്ന ക്ഷീണത്തിൽ അപർണ കട്ടിലിൽ ചാരിക്കിടപ്പായി. ആവേശമെങ്കിലും ഒന്ന് മാറിയിട്ട് കിടക്കടി. തോർത്തുമുണ്ടും മാറാനുള്ള ഡ്രസ്സും കയ്യിലെടുത്ത് ബാത്റൂമിലേക്ക് കയറുന്നതിനു മുന്നെയായി മാളു അപർണയെ നോക്കി പറഞ്ഞു. അവളാണെങ്കിൽ അപ്പോഴേക്കും ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. രാത്രിയിലെ കുക്കിംഗ് മാളുവും അപർണയും ചേർന്നാണ്. സരസ്വതിക്ക് ആ സമയം വിശ്രമിക്കാനുള്ളതാണ്. ഇരുവരും വേഗം വേഷമൊക്കെ മാറി താഴേക്ക് ചെന്നു. താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ടിവിക്ക് മുന്നിലിരുന്ന് സീരിയൽ ആസ്വദിക്കുന്ന സരസ്വതിയെയും രാമേട്ടനെയുമാണ്. അതീ നേരത്തെ സ്ഥിരം കാഴ്ചയാണ്. കട്ടൻ ചായയും കുറിക്കാൻ എന്തേലും കൂടെ കരുതി വർത്തമാനവും പറഞ്ഞ് രണ്ടാളുടെയും കൂടെ മാളുവും അപർണയും കൂടും. രാവിലെ കീരിയും പാമ്പും. ഇപ്പൊ കണ്ടാ ഇങ്ങനെയൊരു രണ്ടെണ്ണം ഇവിടെ മാത്രമേ കാണൂ. അവരുടെ അടുത്തേക്ക് ഇരിക്കുന്നതിനിടയിൽ അപർണ പറഞ്ഞു, ഒന്ന് പോമോളെ, ഞങ്ങൾ എപ്പോഴും ബെസ്റ്റ് കപ്പിൾസാണ് അല്ലേടി. രാമേട്ടൻ പറഞ്ഞത് കേട്ട് സരസ്വതിയുടെ മുഖം വിടർന്നു. ഈ മനുഷ്യൻ. അല്ല മക്കളെ, ക്ഷേത്രത്തിൽ തിരക്കുണ്ടായിരുന്നോ? സരസ്വതി ചോദിച്ചു. ചെറുതായിട്ട്, ചൊവ്വാഴ്ചയല്ലേ, മാളു പറഞ്ഞു. ഈ കണ്ണീർ സീരിയൽ ഇതുവരെ തീർന്നില്ലേ? ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏകദേശം എത്രയായിട്ടുണ്ടാവും ഇത് തുടങ്ങിയിട്ട്? അപർണ ചോദിച്ചു. സരസ്വതി ഒന്ന് ചിന്തിച്ച ശേഷം പറഞ്ഞു, ഏകദേശം 2 വർഷം കഴിഞ്ഞു കാണും. മറുപടി കേട്ട് മാളുവും അപർണയും ഒരുപോലെ ഞെട്ടി. 2 വർഷമോ? സമ്മതിക്കണം. എന്റെ അപർണേ, നീ വന്നേ, നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. മാളു അപർണയെയും വലിച്ച് അടുക്കളയിലേക്ക് നടന്നു. പോർച്ചിലേക്ക് ബുള്ളറ്റ് ഒതുക്കി നിർത്തിയതും അഭിയുടെ നോട്ടം ചെന്ന് നിന്നത് കയ്യിൽ കെട്ടിയ വാച്ചിലേക്കാണ്. സമയം 8 മണി കഴിഞ്ഞിരുന്നു. ഇന്ന് ചേച്ചിയമ്മയുടേന്ന് കിട്ടിയത് തന്നെ. നേരം വൈകുമെന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ഇത്ര വൈകുമെന്ന് കരുതിയില്ല. ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി അവൻ മുന്നോട്ട് നടന്നു. അവൻ പതിയെ വീടിനകത്തേക്ക് കയറി. പൂമുഖത്തെ ചെയറിൽ പുസ്തകം വായിച്ചിരിക്കുന്ന ചേച്ചിയമ്മയെ കണ്ടതും അവനൊന്നു പതറിയെങ്കിലും ഒന്നും സംഭവിക്കാത്ത പോലെ പതിയെ നടന്നു ചെന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുള്ള വെള്ളം എടുത്തു കുടിച്ചു. ഈ സമയത്തെല്ലാം ഒളി കണ്ണിട്ട് ചേച്ചിയമ്മയെ നോക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ആൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വായനയിൽ തന്നെയാണ്. ഹോ, എന്തൊരു ചൂടാ! നമ്മുടെ പോലീസ് എത്തിയില്ലേ ചേച്ചിയമ്മേ? അവനൊന്ന് എറിഞ്ഞു നോക്കിയെങ്കിലും ആളിൽ നിന്നും മറുപടി ഒന്നും ഇല്ല എന്ന് കണ്ടതും അവൻ വെള്ളം നിറച്ച ജഗ് ടേബിളിൽ തിരിച്ചുവെച്ച് ചേച്ചിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഇത് ഏതാ ബുക്ക് ചേച്ചിയമ്മേ? വായിച്ചുകൊണ്ടിരുന്ന ബുക്കൊന്ന് ഉയർത്തി അവൻ ചോദിച്ചു. വിച്ചു അനുനയിപ്പിക്കാനുള്ള ആദ്യ ശ്രമം നടത്തി. നീ എന്നോട് മിണ്ടാൻ വരണ്ട. എന്താ ചേച്ചിയമ്മ ഇത്? കുറച്ചു നേരം വൈകിയതിനാണോ ഈ പിണക്കം? അവൻ ചേച്ചിയമ്മ ഇരിക്കുന്നതിനടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു. ഇതാണോ കുറച്ചു സമയം? 9 കഴിഞ്ഞു. രാവിലെ ചായയും കുടിച്ചിറങ്ങിയതല്ലേ നീ? എത്രയായി ചേച്ചിയമ്മ അജുവിനെയും നാട്ടിലെ ടീമിനെയും കണ്ടിട്ട്? അവരുടെ ഒപ്പം കൂടിയാൽ സമയം പോകുന്നത് അറിയില്ല, വിച്ചു പറഞ്ഞു. നാട്ടിൽ മൊത്തമായി ഒന്ന് കറങ്ങിയ ലക്ഷണമുണ്ടല്ലോ, ചേച്ചിയമ്മ ചോദിച്ചു. അപ്പോഴേക്കും അവർക്കിടയിലെ പിണക്കം മാറിയിരുന്നു. അല്ലെങ്കിലും ആ പിണക്കത്തിന് അധികം ആയുസ്സുണ്ടാകാറില്ല. ചെറുതായിട്ട്. ഉച്ചവരെ അജുവിന്റെ വീട്ടിലായിരുന്നു. വൈകിട്ട് അവിടെ നിന്നിറങ്ങി നേരെ അമ്പലപ്പറമ്പിലേക്ക്. പിന്നെ അവിടെയായിരുന്നു. ഉച്ചയ്ക്കെത്തി ഊൺ ഗംഭീരമായോ? പാർവതി ചോദിച്ചു. പിന്നില്ലാതെ. വയറ് പൊട്ടുന്നത് വരെ കഴിച്ചു. അജുവിന്റെ അമ്മയുടെ കറികളുടെ സ്വാദിന് ഒരു മാറ്റവുമില്ല. ആ സ്വാദിന്റെ ഓർമ്മയിൽ അവൻ പറഞ്ഞു, എന്നാ നീ ചെന്ന് കുളിച്ചിട്ട് വാ. രാവിലെ മുഴുവൻ ഊര് തെണ്ടി നടന്നതല്ലേ, ക്ഷീണം കാണും. അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ചേച്ചിയമ്മയെ നോക്കിയൊന്ന് ചിരിച്ചു. പോലീസ് എത്തിയില്ലേ? ഇനിയെന്താ ഇത്ര ലേറ്റ്? മുറിയിലേക്ക് പോകുന്നതിന് മുന്നേയായി വിച്ചു ചോദിച്ചു. വൈകുന്നേരം എന്തോ ഫംഗ്ഷനുണ്ട്, എത്താൻ കുറച്ച് കഴിയുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നീ ഇനി കുളത്തിലോട്ടൊന്നും പോകണ്ടാട്ടോ, ഇവിടെ ബാത്റൂമിൽ കുളിച്ചാ മതി, ചേച്ചിയമ്മ കരുതലോടെ പറഞ്ഞു. ശരി ശരി. അവൻ മുറിയിലേക്ക് നടന്നു. സമയം 11 മണി കഴിഞ്ഞിരുന്നു. മാധവന്റെ പോലീസ് ജീപ്പ് വീട്ടുമുറ്റത്ത് വന്നു നിന്നു. സാർ, ഞാൻ പിടിക്കണോ? വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്ന മാധവനെ കണ്ട് ഡ്രൈവർ ചോദിച്ചു. മദ്യത്തിന്റെ ലഹരി
ഭാഗികമായി അയാളെ കീഴ്പ്പെടുത്തിയിരുന്നു. എനിക്ക് തന്റെ സഹായവും ഒന്നും വേണ്ട, താൻ തന്റെ പാടു നോക്കി പോടോ. അയാൾ ജീപ്പിൽ നിന്നും ഇറങ്ങുന്നതിനിടയിൽ പിറുപിറുത്തു. മുറ്റത്തുകൂടെ ആടി ആടി നടന്നു പോകുന്ന മാധവനെ അപ്പുറത്തു നിന്നും മാളവിക നോക്കിക്കാണുന്നുണ്ടായിരുന്നു. പൂമുഖത്തു നിന്നും മാറിയുള്ള അകത്തളത്തിൽ നിലത്ത് ചേച്ചിയമ്മയുടെ മടിയിൽ തലയും വെച്ച് കിടക്കുകയായിരുന്നു വിശാൽ. സംസാരിക്കുന്നതിനോടൊപ്പം ചേച്ചിയമ്മ അവന്റെ തലമുടികൾക്കിടയിലൂടെ കൈവിരലുകൾ ചലിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നാണ് വാതിൽ ശക്തിയിൽ ചുമരിൽ പോയി തട്ടിയ ശബ്ദം ഇരുവരും കേൾക്കുന്നത്. അവരൊരുമിച്ച് ആ ഭാഗത്തേക്ക് നോട്ടം പായിച്ചു. പൂമുഖത്തേക്ക് കയറുന്നതിനിടയിൽ വീഴാതിരിക്കാനായി വാതിലിൽ പിടിച്ചതാണ് മാധവൻ. അപ്പോഴാണ് വാതിൽ ശക്തിയിൽ ചുമരിൽ പോയി തട്ടിയത്. ചേച്ചിയമ്മയും വിശാലും വേഗം മാധവന്റെ അടുത്തേക്ക് ചെന്നു. എന്താ വല്യച്ഛ ഇത്? അവൻ മാധവനെ നിലത്തു വീഴാതെ പിടിച്ചു നിർത്തുന്നതിനിടയിൽ പറഞ്ഞു. വിച്ചു, എന്നെ പിടിക്കൊന്നും വേണ്ടടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയാൾ ചെറിയൊരു കുഴച്ചിൽ കലർന്നു പറഞ്ഞു. ഈ പരിപാടി നിർത്തിയതാണല്ലോ മാധവേട്ട, വീണ്ടും തുടങ്ങിയോ? ചേച്ചിയമ്മ അയാളെ ഉറ്റുനോക്കി ചോദിച്ചു. ഇല്ലെന്നേ, ഇത് വെറുതെ, കുഴപ്പമൊന്നുമില്ല. കുഴച്ചിൽ കലർന്ന് എന്തൊക്കെയോ മാധവൻ പറഞ്ഞു. എന്നെ പിടിക്കണ്ട, ഞാൻ വീഴൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വലച്ചൻ, വാ, ഞാൻ മുറിയിലേക്കാക്കിത്തരാം, കിടന്നോ. വിശാൽ മാധവനെ അപ്പോഴും വീഴാതിരിക്കാൻ പിടിച്ചിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് ആദ്യം അയാളൊന്ന് ചിരിച്ചു. എടാ വിച്ചു, 2 പെഗ് വിട്ടാലൊന്നും ഈയന്റെ ഓർമ്മ പോകില്ലടാ. മുറിയിലേക്ക് ഞാൻ പോയിക്കോളാം, നീ വിട്ടേ, ഞാൻ വീഴത്തൊന്നുമില്ല. വിശാലിന്റെ കൈ വിടിവിച്ചുകൊണ്ട് മാധവൻ അതും പറഞ്ഞ് ചെറുതായി അടി മുന്നോട്ടു നടന്നു. കുറേ നാളുകൾക്ക് ശേഷം മാധവനെ വീണ്ടും ഈയൊരു രീതിയിൽ കണ്ടതിന്റെ സങ്കടത്താൽ ചേച്ചിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. വിശാൽ അത് കണ്ടവരെ ചേർത്തു പിടിച്ച് ഒന്നുമില്ലെന്ന് കണ്ണുകൾ അടച്ചു കാണിച്ചു.